ഇനി LLP സ്ട്രൈക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് സ്ട്രൈക്ക് ഓഫിന് വേണ്ടി നമുക്ക് E-Form 24 അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ക്രെഡിറ്റർ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്രെഡിറ്റർ നിങ്ങൾ അവിടെ NCLT പോയിട്ട് ഒരു കേസ് കൊടുക്കുകയാണ്, ഈ സ്ഥാപനത്തിന് ബാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. നമസ്കാരം. നമ്മൾ തുടങ്ങുന്ന ബിസിനസ് പലപ്പോഴും സക്സസ് ആയിക്കൊള്ളണം എന്നുള്ളത് യാതൊരുവിധ നിർബന്ധവുമില്ല. മേ ബി ചിലപ്പോൾ അത് ഫെയിലിയറായി മാറാം. പലപ്പോഴും ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പല സ്ഥാപനങ്ങളും ഫെയിലിയറായി മാറുന്ന സമയത്ത് പല ആളുകളും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പിന്നീട് യാതൊരു ചിന്തയും ഉണ്ടാവില്ല, അതങ്ങ് മാറ്റിവെക്കും. അവസാനം ഇതിന് ഫൈനും പെനാൽറ്റിയൊക്കെ വരുന്ന സമയത്തായിരിക്കും ഇതിനെപ്പറ്റി ഇതെങ്ങനെ ക്ലോസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. നമ്മൾ മുൻപ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കമ്പനികളെ പറ്റിയിട്ട്, കമ്പനി ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വോളണ്ടറി കമ്പനി സ്ട്രൈക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് LLP അഥവാ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. നമ്മൾ വോളണ്ടറിലി നമ്മളത് സ്ട്രൈക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. LLPയും കമ്പനിയും സ്ട്രൈക്ക് ഓഫിൻ്റെ പ്രൊസീജിയേഴ്സ് ഏകദേശം സിമിലർ ആണ്. നമുക്കറിയാം കമ്പനിയും LLPയും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫോംസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വെബ്സൈറ്റ് ത്രൂ ആണ് ഫയൽ ചെയ്യുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം STK2 എന്നുള്ള ഫോമാണ് സ്ട്രൈക്ക് ഓഫിന് വേണ്ടി ഫയൽ ചെയ്യുന്നത്. LLP ആണെന്നുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന E-Form 24 ആണ് LLP സ്ട്രൈക്ക് ഓഫിന് വേണ്ടി ഉപയോഗിക്കുന്നത്. LLP സ്ട്രൈക്ക് ഓഫിനെ സംബന്ധിച്ചിടത്തോളം മിനിമം ഒരു 4 months to 6 months ആണ് ഇതിൻ്റെ ഒരു അപ്രൂവൽ സമയം എന്ന് പറയുന്നത്. ഇനി LLP സ്ട്രൈക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1 year എങ്കിലും നിങ്ങൾക്ക് യാതൊരുവിധ ട്രാൻസാക്ഷൻസോ കാര്യങ്ങളോ നിങ്ങളുടെ സ്ഥാപനത്തിൽ നടന്നിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം, സ്ഥാപനത്തിന് ഔട്ട്സ്റ്റാൻഡിങ് ലാബിലിറ്റീസ് കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതായത് മേ ബി ചിലപ്പോൾ നിങ്ങളുടെ കമ്പനി എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രെഡിറ്റേഴ്സിന് എമൗണ്ട് കൊടുക്കാനുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ യാതൊരുവിധ ലാബിലിറ്റീസും കമ്പനിയിൽ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. കൂടാതെ കമ്പനിയിൽ എന്തെങ്കിലും അസറ്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യാം, ഇതെല്ലാം ഡിവൈഡ് ചെയ്തിട്ട് രണ്ടും 0 ആയിരിക്കണം. അതായത് അസറ്റ്സും 0 ആയിരിക്കണം, ലാബിലിറ്റീസും 0 ആയിരിക്കണം. ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ കമ്പനിയുടെ പേരിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തൊക്കെ രജിസ്ട്രേഷൻസ് ഉണ്ടോ, മേ ബി ചിലപ്പം GST രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യുക. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. എല്ലാ കമ്പനിയുടെ പേരിലുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും ക്ലോസ് ചെയ്യുക. എന്നിട്ട് ബാങ്കിൽ നിന്ന് ക്ലോഷർ ലെറ്റർ വാങ്ങി വെക്കുക. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 1 വർഷമായിട്ട് യാതൊരുവിധ ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കരുത്, ബാങ്ക് ക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ക്ലോസ് ചെയ്യണം. അസറ്റ്സും ലാബിലിറ്റീസും 0 ആയിരിക്കണം. ഇനി LLP സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇതിൽ വേണ്ടതെന്നുള്ള കാര്യം നോക്കാം. ഈ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ട് ഇത് നമ്മൾ E-Form 24 കൂടെ അറ്റാച്ച് ചെയ്തിട്ട് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിലേക്ക് ഫയൽ ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ വേണ്ട ഒന്നാമത്തെ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെസൊല്യൂഷനാണ്. അതായത് നമ്മൾ ഈ ഒരു സ്ട്രൈക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മീറ്റിംഗ് കൂടിയിട്ട് അതിൽ പാർട്ണേഴ്സ് എന്ത് ചെയ്യണം, അതിന് കൺസെന്റ് വേണം, അപ്രൂവ് ചെയ്യണം. അപ്പോൾ അന്ന് മീറ്റിംഗ് കൂടിൻ്റെ റെസൊല്യൂഷൻ മാൻഡേറ്ററി അറ്റാച്ച്മെന്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഈ പാർട്ണേഴ്സിൻ്റെ എല്ലാവരുടെയും കൺസെന്റ് വേണം. അതായത് എല്ലാ പാർട്ണേഴ്സും ഈ സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺസെന്റ് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ് ആവശ്യമുള്ള സാധനം ബാങ്ക് ക്ലോഷർ ലെറ്റർ. അതായത് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നതിൻ്റെ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ക്ലോസ് ചെയ്തതിൻ്റെ ലെറ്റർ വേണം. നെക്സ്റ്റ്, എല്ലാ പാർട്ണേഴ്സിൻ്റെയും സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ID പ്രൂഫും അഡ്രസ് പ്രൂഫും ആവശ്യമുണ്ട്. നെക്സ്റ്റ് വേണ്ടത് LLPയുടെ പാൻ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ LLPയുടെ ലേറ്റസ്റ്റ് ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ അക്നോളജ്മെൻറ്റ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വേണ്ട കാര്യമാണ് LLPയുടെ ഇനീഷ്യൽ LLP എഗ്രിമെൻറ്റ് മുതൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സപ്ലിമെൻ്ററി എഗ്രിമെൻറ്റുകളും നമുക്ക് ഈ ഒരു Form 24 കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത്. നെക്സ്റ്റ് വേണ്ട ഡോക്യുമെൻറ്റ് ഇൻഡെംനിറ്റി ബോണ്ട്. നമുക്ക് സ്റ്റാമ്പ് പേപ്പറിൽ ഇൻഡെംനിറ്റി ബോണ്ട് പ്രിപ്പയർ ചെയ്യണം. ഈ ഇൻഡെംനിറ്റി ബോണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ബാധ്യത കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് പാർട്ണേഴ്സ് അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് പാർട്ണേഴ്സ് അത് ഏറ്റെടുത്തോളാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡെംനിറ്റി ബോണ്ടിൽ പറയുന്നത്. നെക്സ്റ്റ് വേണ്ടത് യൂസർ അഫിഡവിറ്റ് ആണ്. എല്ലാ പാർട്ണേഴ്സിൻ്റെയും അഫിഡവിറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ അസറ്റ്സും ലാബിലിറ്റീസും ഒക്കെ സീറോ ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സിന്റെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാലാണ് ഗവൺമെന്റിന് എന്ത് മനസ്സിലാവുന്നത്, ഇതിന് സ്ഥാപനത്തിന് വേറെ ബാധ്യതകളില്ല, അസറ്റ്സും സീറോ ആണ്, അതായത് അസറ്റ്സും ലാബിലിറ്റീസും സീറോ ആണെന്നുള്ളത് ഇതിൽ നോക്കിയാലാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഗവൺമെന്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യേണ്ടത്, അതായത് ഈ ഫോം 24 നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി LLP സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുകയാണ് ഈ കമ്പനി വീണ്ടും എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിത് 20 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഇത് റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. ഇനി എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, ഈ LLP സ്ട്രൈക്ക് ഓഫ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ശേഷം വേറെ ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത്. നമ്മൾ LLP സ്ട്രൈക്ക് ഓഫ് അപ്രൂവ് ആയി കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ബാധ്യത വരികയാണെങ്കിൽ അത് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിന് ആ ബാധ്യത ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഈ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു പാർട്ണർ നിങ്ങൾ ഈ സ്ട്രൈക്ക് ഓഫ് അപ്രൂവ് ആയതിനു ശേഷം അവർ NCLT അതായത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. ഇനി പാർട്ണർ ആവണമെന്നില്ല, ഒരു ക്രെഡിറ്റർ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്രെഡിറ്റർ നിങ്ങൾ അവിടെ NCLT പോയിട്ട് ഒരു കേസ് കൊടുക്കുകയാണ്, ഈ സ്ഥാപനത്തിന് ബാധ്യത ഉണ്ട് എന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിനാണ് ഇതിൻ്റെ ബാധ്യത വരുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യും, ഈ കമ്പനി വീണ്ടും റീസ്റ്റോർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാധ്യതയുടെ കേസിൽ ബാധ്യത ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിന് എപ്പോഴും ഉണ്ടായിരിക്കും, അതായത് നമ്മുടെ LLP ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ LLP സ്ട്രൈക്ക് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചോദിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.